ചേട്ടാ, ഈ ഉരുളക്കിഴങ്ങിന് എന്താ വില? അത് കിലോയ്ക്ക് 20 രൂപയാ. ക്യാബേജോ? 30 രൂപ. അപ്പൊ കോളിഫ്ലവർ? 40 രൂപ. ക്യാരറ്റ് 50 രൂപ. തക്കാളി 80 രൂപ. മത്തൻ 60 രൂപ. എന്റെ ആശാനെ, നിങ്ങൾ എന്ത് വാങ്ങിക്കാനാ വന്നത്? രസം. അതേതായാലും എനിക്ക് കിട്ടി. എന്നാ പോട്ടെ. പൊയ്ക്കോണ്ടുടനെ രാവിലെ വന്നോളൂ ഓരോന്ന് ഇങ്ങോട്ടേക്ക്. തക്കാളി ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, മത്തങ്ങയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, രസമുണ്ട്, മത്തങ്ങയുണ്ട്. വാങ്ങിച്ചോ ചേട്ടാ. 2 കിലോ അച്ചിങ്ങയും 3 കിലോ മത്തങ്ങയും വേണം. ഇവരൊക്കെ ഇത് എങ്ങോട്ടാ പോയത്? അല്ല, ഈ ബഹളം എവിടെന്നാ കേക്കുന്നേ? ഇതെന്ത് തോന്നിവാസായി കാണിക്കുന്നേ? തോന്നിവാസല്ലേ? കണ്ടോ കൊച്ചളിയാ, ഞാൻ ദേ രണ്ടും പിടിച്ചു. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില? എന്തായാലും അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിക്കില്ല. അതായത് ഇത് കഴിഞ്ഞ അടുത്ത പ്രാവശ്യം. എടാ ഹണി, ഇവൻ നമ്മുടെ മേഡത്തിനെ ഇൻസൾട്ട് ചെയ്തിരിക്കുക. നമുക്ക് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്തായാലും നന്നായില്ലേ, ആ മത്തങ്ങെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയല്ലോ. ഹണി, ദേ മത്തങ്ങ. മത്തങ്ങ മേഡം കൊണ്ടുപോയിന്നാ പറഞ്ഞത്. എടാ, പുറകിലും മത്തങ്ങ. ഒന്നും തോന്നിയില്ലേ? ഇത് ദേഹത്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഈർപ്പമുള്ളതുപോലെ തോന്നിയില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വേഗം പറയേ. നിങ്ങൾക്കറിയണമെങ്കിൽ കേട്ടോളൂ. ഒരു പാവം പിഗുണ്ടായിരുന്നു. അവൻ ഒരാളെ പ്രേമിച്ചു. അവർ കാണാറുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെയും. അവൻ എന്തോ പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ ദിവസവും അവൻ ഇത് തന്നെ പണി. ഹലോ, ഒന്ന് ഷോർട്ടാക്കി പറയാമോ അനിയ? ജയിലിലെ എന്റെ നമ്പർ 888 ഞാൻ ജനലിൽ കൂടി നോക്കുമ്പോൾ അവിടെ അതാ പ്രാണികളെയും എട്ടുകാലികളെയും പല്ലി തിന്നുന്നു. ജയിൽ എനിക്ക് എന്റെ അച്ഛന്റെ ഓർമ്മകൾ സമ്മാനിക്കുന്നു. അച്ഛൻ പറയും, ഇത് നിന്റെ ജയിലല്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്റെ പഴയ ഓർമ്മകൾ എനിക്ക് തിരിച്ചു വരുന്നു. അച്ഛൻ നല്ല കാര്യല്ലേ പറഞ്ഞത്? ഓക്കെ, നല്ലതല്ല പറഞ്ഞത്. അനിയ, അനിയന്റെ അച്ഛൻ പറഞ്ഞത് ശരിയല്ല, അത് നുണയായിരുന്നു. ഇത് വല്ലാത്ത പൊല്ലാപ്പ് തന്നെ. ഇപ്പൊ ഓക്കെ ആയോ? കണ്ടോ, അവന് നല്ല വിഷമുണ്ട്. കുറച്ച് റൈറ്റില്, എടാ കുറച്ച് ലെഫ്റ്റിലേക്ക് എറിയേ. നേരെ എറിയടാ, നേരെ. അങ്ങത്തോലി എന്നെ അല്ലടാ, അവനെ എറിയാൻ. എന്റെ അമ്മ ഇപ്പോഴും പറയുമായിരുന്നു, ശത്രുക്കൾ ശക്തരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന്. ഓ യാ. എന്നെ പിടിക്കുന്നത് ബുദ്ധിമുട്ടെന്നല്ല, ഇറ്റ്സ് ഇംപോസിബിൾ ടു അൺപോസിബിൾ. ഐ അണ്ടർസ്റ്റാൻഡ്, യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ സാധ്യതയില്ല. അവനെ അങ്ങനെ വിടരുത്. അവൻ മേഡത്തിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അവനെ വിടരുത്. ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട നീ എവിടം വരെ പോകും? ഒരു റോമിയോയെ പോലെ ഞാൻ എപ്പോഴും ചുറ്റി നടക്കും. അത് ഏതായാലും നിങ്ങളെല്ലാരും കണ്ടുമെടുക്കും. നീ ശബ്ദം മാറ്റി പറഞ്ഞ ഞങ്ങളെന്താ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ശബ്ദത്തെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. എല്ലാം ഒരുതരം വെറൈറ്റി ആണല്ലോ. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാം. നോക്കിയേ, വെറുതെ ഞങ്ങളടുത്ത് തരികിടൊന്നും കാണിക്കേണ്ട നീ. കാര്യങ്ങൾ പല വിധത്തിലുണ്ട്. എന്താ ഞാൻ പറയട്ടെ? അത് നിങ്ങൾ കേൾക്കുമെങ്കിൽ മാത്രം. നീ ചെയ്ത കുരുത്തക്കേടുകൾ മൊത്തം ഇവിടെ എല്ലാരും കണ്ടതാ. അധികം ആളാവാൻ നിൽക്കണ്ട നീ. പാവം പച്ചക്കറിക്കാരുടെ പച്ചക്കറിയൊക്കെ നശിപ്പിച്ചു നീ. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
നിങ്ങൾ എന്തായാലും എന്റെ അനിയൻ പിഗ് മഹേന്ദ്രനെ കുറിച്ചായിരിക്കും പറയുന്നത്. ആ അതെ, പിഗ് മഹേന്ദ്രൻ. ഞാൻ അവന്റെ സഹോദരൻ സുരേന്ദ്രനാണ്. നിങ്ങളെപ്പോലെ ഞാനും അവനെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അല്ല, നിങ്ങളിപ്പോ എന്തിനാ അവനെ അന്വേഷിക്കുന്നത്? കാരണം അവൻ എന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ്. എന്നാൽ ഒരു തവണ ഞാൻ അവനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അവൻ തീർച്ചയായും നോർമൽ. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the Crazy Chase. Brand new game. Download now only on Google Play Store. പക്ഷെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ആ ഫ്ലാഷ് ബാക്ക് ഓപ്പണായി പറയാം. കോലാപ്പൂരും ഗോരാപ്പൂരും തമ്മിൽ രാജ്യം കൈയടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായിരുന്നു. അന്യോന്യം ചെളിയിൽ കിടന്നുള്ള യുദ്ധമായിരുന്നു. ഇതിനിടയ്ക്ക് ജനിച്ചവരാണ് പിഗ് മഹേന്ദ്രനും സുരേന്ദ്രനും. വൃത്തിയില്ലാത്ത കാരണത്താൽ നാട്ടുകാർ അവരെ അടുപ്പിക്കുകയായിരുന്നു. അന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവൻ എന്നെ വിട്ട് പോയി കളഞ്ഞത്. ദാ ഇത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ പിടികൂടണം, അല്ലെങ്കിൽ അവൻ എല്ലാം നശിപ്പിക്കും. ഈ യുദ്ധത്തിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിച്ചിരിക്കും. ഇനി നമുക്ക് ഒന്നിച്ചവനെ അന്വേഷിക്കാം. നാക്കിനേക്കാൾ നീളമുള്ള ഡയലോഗ് ആണല്ലോ. സത്യത്തിൽ അവന്റെ സഹോദരൻ തന്നെയാണോ? ഇടയ്ക്ക് നാക്കിന് റെസ്റ്റ് കൊടുക്കാറുണ്ടോ? അനിയ, ഒരു കാര്യം പറയാം, നാക്കെന്നല്ല നാവെന്നാണ് പറയേണ്ടത്. എന്റെ അമ്മയാണ് സത്യം. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കലും മിണ്ടാതിരിക്കില്ല. അത് എന്റെ ഒരു സ്വഭാവമാണ്. ഇത്രയും മനോഹരമായി കൊട്ടാരമോ? ഒരു കാര്യം, എല്ലാവരും ഇവിടെ നിന്ന് മാറി ഒളിച്ചേക്ക്. കൂടാതെ അവരെ പിടിക്കാനും നമുക്ക് ശ്രമിക്കണം. ഹണി, നീ കയർ മര്യാദക്ക് പിടിച്ചോ. ശരി കൊച്ചളിയാ. വലിയ ഇത് എന്തായി കാണുന്നേ? നൈസ് ടു മീറ്റ് യു. എനിക്കറിയാമായിരുന്നു രക്ഷപ്പെടുമെന്ന്. അത് ശരി, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? സോറി. അവനെ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കാമെങ്കിൽ ഉണ്ടല്ലോ, ദാ ഈ മുഴുവൻ ഈ മീനെല്ലാം നിന്റെ തന്നെ ആയിരുന്നല്ലോ. വേഗം പോയി പിടിക്ക്. അറ്റാക്ക്. Well, thanks for the help. അമ്മ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നീ ആരുടെ അമ്മയെ കുറിച്ചാണ് ഈ പറയുന്നത്? എവിടെയോ എന്തോ ഒരു തെറ്റ് പറ്റി. ഇത്രയും നാളും കാണാതിരുന്ന എന്റെ അനിയനെ ഇതായിപ്പോ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു.
എന്റെ സഹോദരൻ തന്നെ എന്നെ കണ്ടെത്താൻ സഹായിച്ചതിൽ എനിക്ക് സന്തോഷമായി. ഭൂമിയിൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കേണ്ടി വരും കുട്ട. എനിക്ക് തൃപ്തിയായി. പണ്ട് ഞങ്ങളുടെ അമ്മ ഒരുപാട് പാട്ടുകൾ കേൾപ്പിക്കുമായിരുന്നു. അതിൽ ഇമോഷണൽ സോങ്സും ഒരുപാടുണ്ടായിരുന്നു. അതെന്തോന്നാ? കുട്ടിക്കാലത്തെ ഒരുപാട് ഇമോഷണൽ പാട്ടുകൾ. എന്നാ പിന്നെ പാടൂ. പോർക്ക് കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? പോർക്കാണേ പോർക്കാണേ നമ്മൾ രണ്ടും പോർക്കാണേ. പിങ്കാണ് നമ്മൾ വാ ഒന്നായി തീരുവാൻ വാ. എങ്ങനെയുണ്ട്? പോർക്കാണേ പോർക്കാണേ ലോകത്തെങ്ങും പോർക്കാണേ പോർക്കാണേ. ഞങ്ങൾ ചെളിയിൽ കളിക്കാറുമുണ്ട്, ചെളി പറയാറുമുണ്ട്. എനിക്ക് എന്ത് തോന്നുന്നു അത് മാത്രമാണ് ഞാൻ ചെയ്യാറ്. ഏയ് പോർക്കാണേ പോർക്കാണേ നമ്മൾ രണ്ടും പോർക്കാണേ. അതെ, പോർക്കാണേ പോർക്കാണേ നമ്മൾ രണ്ടും പോർക്കാണേ പോർക്കാണേ. നീ എന്നോട് ക്ഷമിക്കണം എന്റെ പൊന്നനിയ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല. നോ. നീ മാപ്പ് പറയേണ്ടത് ദാ ഇവരോടാണ്. ഇവർ കാരണമാണ് നമ്മൾ ഒന്നിച്ചത്. നിങ്ങളോടെല്ലാം വളരെയേറെ നന്ദിയുണ്ട്. പറ്റിയാൽ നിങ്ങളെല്ലാം എനിക്ക് മാപ്പ് തരണം കൂട്ടുകാരെ. നോ പ്രോബ്ലം. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാ മതി, സ്വന്തമായിട്ടും മറ്റുള്ളവരെയും. നിങ്ങളുടെ കുട്ടിക്കാലത്തെ പാട്ട് വളരെ നന്നായിരുന്നു. അതുകൊണ്ടൊരു ആൽബം ഉണ്ടാക്ക്. അവാർഡ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് പോവും. എന്ത് നല്ല വരികളാ! എന്താ ഒരു കോമ്പോസിഷൻ! മതി കണിയോ മതി. അവർക്ക് പോയിട്ട് തിരക്കുണ്ട്. എന്നാ ശരി കൂട്ടുകാരെ, സൂക്ഷിച്ചൊക്കെ പോണേ. പിന്നൊരു കാര്യം, ഇനി മുതൽ ഈ ആളങ്ങോട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാ. മേഡം ഇപ്പൊ അവിടെ എത്തിക്കാണും. കൂടാതെ മത്തങ്ങ പായസവും ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്താ മത്തങ്ങയോ? ഓടിക്കോ സുരേന്ദ്ര, ഓടിക്കോ ഓടിക്കോ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ.